റജി ലൂക്കോസിലേക്ക് എത്തും. ഇന്ന് പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പോലീസുകാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഒന്ന് കാണാം. പോലീസ് സേനയുടെ ഭാഗമാകുന്നതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഒരു പ്രതിജ്ഞ ഇവിടെ ഒരുക്കി നിങ്ങളുടെ സർവീസ് ജീവിതത്തിലുടനീളം ആ പ്രതിജ്ഞയ്ക്കനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കുക. റജി ലൂക്കോസ് അധികം ഒന്നും പറഞ്ഞില്ല ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഇപ്പോൾ എടുക്കുന്ന ഓത്ത്, ആ സത്യപ്രതിജ്ഞ അത് നിങ്ങളുടെ സർവീസ് കാലയളവ് കഴിയുമ്പോഴേ പാലിക്കാൻ ശ്രമിക്കുക എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരോക്ഷമായി നിങ്ങളെങ്കിലും പ്രിയപ്പെട്ട കുട്ടികളെ ഏതെങ്കിലും ഗുണ്ടകളുടെ കക്കൂസിപ്പോയി ഒളിക്കല്ലേ എന്ന് മുഖ്യമന്ത്രി പറയാതെ പറയുകയാണ്. 8 വർഷം എന്ന് പറഞ്ഞാൽ 8 വർഷം ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി പിണറായി തന്നെയാണ്. അതിനിടയിൽ ആരൊക്കെയാണ്? ടി പി സെൻകുമാർ വന്നുപോയി, ടി പി സെൻകുമാർ പോയി, ലോക്നാഥ് ബെഹ്റ, അനിൽ കാന്ത്, ഏറ്റവും കൂടുതൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, 4 DGPമാർ വന്നുപോയി. ഒരു തരിമ്പിന് പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയുടെ ദയനീയമായ അഭ്യർത്ഥനയല്ലേ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ സേവനം നിങ്ങളുടെ ഈ കാലയളവ് കഴിയും വരെയെങ്കിലും ആ സത്യപ്രതിജ്ഞ പാലിക്കാൻ ശ്രമിക്കണേ എന്ന അഭ്യർത്ഥന ശ്രീ റജി ലൂക്കോസ്? ഹാഷ്മി, അതിനുള്ള മറുപടി വ്യക്തമായിട്ട് പറഞ്ഞതിന് മുമ്പായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ വക്കീൽ ആദ്യം ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങി പറഞ്ഞതിനൊരു മറുപടി പറയാതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റത്തില്ല. അദ്ദേഹം കേരള പോലീസിനെ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ മുച്ചൂട് വിമർശിച്ചു. ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും മോശമായ ക്രമസമാധാന നിലയും പോലീസുമാണ് കേരളത്തിലെന്ന് പറയുന്നു. വക്കീലിന് ശ്രദ്ധയ്ക്ക് വക്കീൽ എന്നെക്കാളും എടുക്കണമെന്നുള്ള എനിക്ക് വളരെ ബോധ്യമുണ്ട് പല കാര്യങ്ങളിലും. അദ്ദേഹത്തിനോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോകത്തെ ഏറ്റവും ഇന്ത്യയിലെ ഈ ദിവസങ്ങളിൽ ഉണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ സത്യമാണെന്ന് പറഞ്ഞത്, അത് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കൊടുത്ത കള്ളമാണെന്ന് പറയാൻ പറ്റുമോ? എണ്ണിയാണ് ഞാൻ തന്നെ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒറ്റയാഴ്ച ഉണ്ടായ സംഭവം. അല്ല, ഇത് കേൾക്കൂ ദയവായിട്ട്. അവര് 3 പേർക്കും പ്രസംഗിക്കാൻ സമയം കൊടുത്തിട്ട് ഏകാംഗ വ്യക്തിയായിട്ടിരിക്കുന്നത് എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മിണ്ടാതിരിക്കാം. നിങ്ങൾ എന്ത് മര്യാദകളായി പറയുന്നത്? എനിക്ക് സംസാരിക്കാൻ അവസരം എന്താ? അതായത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 7 വർഷമായിട്ട് അടുപ്പിച്ച് വക്കീലിന് വേണം നിഷേധിക്കാം. ഇന്ത്യയിലെ ഏറ്റവും നല്ല ആഭ്യന്തര വകുപ്പും ഏറ്റവും ക്രമസമാധാനമുള്ള സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെയും കേരളത്തിന്റെ പോലീസിനെയാണ്. ലോകത്തിലെ ഏറ്റവും മോശമായ പോലീസ് സംവിധാനം പിന്നെ പത്രസ്വാതന്ത്ര്യമുള്ളത് 153ാം സ്ഥാനം ഇന്ത്യക്ക്. ഇന്ത്യയിലേക്കാളും മുന്നിലാണ്, ഭേദപ്പെട്ട നിലയിലാണ് പട്ടാളം ഭരിക്കുന്ന മ്യാൻമാറും അതുപോലെ നേപ്പാളും പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും. ഏഷ്യയിലെ ഏറ്റവും മോശം പോലീസുകാർ എന്ന് പറയുന്നത് പിന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന UP പോലീസാ. അത് ലോകത്തിൽ 11ാം സ്ഥാനത്താ. UPയിൽ 124 പേരെ ഈ യോഗി ആദിത്യനാഥ് ഭരണത്തിലേറിയ ശേഷം വെടിവെച്ച് വന്നിട്ടുണ്ട്. കയ്യിലിരിക്കുന്ന പ്രതികളെ വെടിവെച്ച് വന്നിട്ടുണ്ട്. ജോർജ് ജോസഫ് സാർ നേരത്തെ വേദനയോട് പറഞ്ഞു കേരളത്തിൽ എന്തുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നില്ല, തമിഴ്നാട്ടിൽ വെടിവെക്കുന്നു. ജോർജ് ജോസഫ് സാർ ഏതാണ്ട് 10-35 കൊല്ലം എനിക്ക് വളരെ അടുത്ത ബഹുമാനമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം 10-35 വർഷം പിന്നെ ഈ പോലീസ് തന്നെ ജോലി ചെയ്തിട്ടും കേരളത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് വെടിവെച്ച് കൊല്ലാത്തെന്നൊക്കെ ചോദിച്ചതിന്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഏതായാലും കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചാലും കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള ഒരു സർക്കാരും അതിന് അനുവദിക്കത്തില്ല കൈ കിട്ടുന്ന പ്രതിയെ വെടിവെച്ച് കൊല്ലാനായിട്ട്. അതാണ് കേരളത്തിന്റെ നേട്ടം എന്ന് പറയുന്നത്. ഇനി ചോദ്യത്തിലേക്ക് വരാം. അതായത് നിങ്ങൾ ആഷ്മിയുടെ ഇൻട്രോ മുതൽ ഈ ചർച്ച ഞാൻ സാഹൂതം വീക്ഷിക്കുകയായത്. പോലീസിനെ കുറിച്ച് പള്ളു പറഞ്ഞാലും പഴി പറഞ്ഞാലും കേൾക്കാൻ ആളുണ്ട്. അത് ഏതൊരു സാഹചര്യത്തിലും ആര് പറഞ്ഞാലും അതൊരു സത്യം തന്നെയാണ്. കേരള പോലീസിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഈ പറയുന്ന MG സാബു എന്ന് പറയുന്ന കുപ്രശസ്തനായിട്ടുള്ള DYSP പിടിച്ചു തന്നെയാ. ഒരു തർക്കമില്ല കാര്യത്തിൽ. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഒരു നാണക്കേട് ലജ്ജയും വരുത്തിയിരിക്കുന്നു ആ മനുഷ്യൻ. അങ്കമാലിയിൽ ഒരു SI ആണ് അദ്ദേഹത്തിന് പിടിച്ചത്. അല്ലാതെ തമിഴ്നാട് പോലീസോ കർണാടക പോലീസോ UP പോലീസോ അല്ല പിടിച്ചത്. അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ SI ആണ് അയാളെ പിടിച്ചതും അയാളോടൊപ്പമുള്ള മറ്റു പോലീസുകാരെ പിടിച്ചതും. അതുപോലെ തന്നെ അയാളെ സസ്പെൻഡ് ചെയ്തത് 3 ദിവസം മാത്രം ബാക്കി നിൽക്കുക അയാളെ സസ്പെൻഡ് ചെയ്തതും കേന്ദ്ര സർക്കാരല്ല, അത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGPയാ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ വർഷങ്ങളാണ് ഒരു മനുഷ്യന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ക്രമസമാധാനത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളോടും സമാധാന അന്തരീക്ഷത്തിൽ ഉറങ്ങുന്ന ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും ഇവിടെ ഉണ്ടെന്നുള്ളവരും ഗുണ്ടാക്രമണമാണ്. പിന്നെ എന്താ നിങ്ങൾ ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ ഗുണ്ടാക്രമണമാണ്. ഗുണ്ടാക്രമണം മാത്രം, അതല്ലാത്ത കൊല്ലും കൊലപാതകവും ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതും എന്താണ് അച്ഛൻ മകനെ കൊല്ലുന്നതും മകൻ അച്ഛനെ കൊല്ലുന്നത് പോലുള്ള ക്രൈം വേറെ. സർ, ഗുണ്ടകൾ പൂണ്ടുവിളയാട്ടമാണ്. പൂണ്ടുവിളയാടുന്ന നാട്ടിൽ ഈ താങ്കൾ പറയുന്ന ഈ ജനം എങ്ങനെ സമാധാനത്തോടെ ജീവിക്കുമെന്നാണ് പറയുന്നത്? ഹാഷ്മി, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് പെശ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് കൗണ്ടർ ചെയ്യാം, നിങ്ങൾക്ക് മറുപടി പറയാം.
ഞാനും ഇത് പഠിച്ചിട്ട് തന്നെ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയല്ല 2021-ലും 2020-ലാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഗുണ്ടകളെ പിടിച്ച് 2236 പേരെ പിടിച്ച് ജയിലിലിട്ടു ഈ പോലീസ്. ഇപ്പൊ ഓപ്പറേഷൻ ആ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ MG സാബു എന്ന് പറയുന്ന ഈ മ്ലേച്ഛനായ ഡിവൈഎസ്പി ഒരു ഗുണ്ടയുടെ വീട്ടിൽ പോയി സർക്കാരത്തിന് പോയത്. തെറ്റാണ്. അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലേ കേരള പോലീസ്? ഇനി ഞാനൊരു കണക്ക് പറയാം, അതുകൂടെ പറയാനുള്ള അവസരം കിട്ടണം. ദേശീയ തലത്തിൽ ക്രിമിനൽ പോലീസുകാരുടെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 12% പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണ് ദേശീയ തലത്തിൽ. സംശയമുണ്ടോ? നിങ്ങൾ റെഫർ ചെയ്ത് നോക്കൂ. അത് 2014 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ അക്കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ്. 6% കേരളത്തിൽ. ഇപ്പോൾ 2023 ഡിസംബർ മാസത്തിൽ വന്ന കണക്കനുസരിച്ച് അത് 4% കുറഞ്ഞിട്ടുണ്ട്. അത് നന്നാക്കിയെടുത്ത് കേന്ദ്ര സർക്കാരൊന്നുമല്ലോ, തമിഴ്നാട് സർക്കാരുമല്ലോ, കേരള പോലീസല്ലേ, ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസല്ലേ അത്രയ്ക്കും വലിയ വിജയം നേടിയെടുത്തത്. അത്രയും കുറയുമ്പോഴാണോ മംഗലപുരത്ത് ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ പേരിൽ അവിടെ പോലീസുകാർക്കെതിരെ നടപടി, കണ്ണൂരിൽ മണൽ മാഫിയക്കെതിരെ പോലീസ് ബന്ധത്തിന്റെ നടപടി, ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു ഡിവൈഎസ്പി സാർ ഒരു കോൺസ്റ്റബിളോ ഒരു SI അല്ലോ, ഒരു കോൺസ്റ്റബിൾ 500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനൊക്കെ മാരക രീതിയിൽ കഴിവേറ്റി കളയുമല്ലോ. ഒരു ഡിവൈഎസ്പിയാ സാർ. ഡിവൈഎസ്പി എന്ന് പറഞ്ഞ പോലീസിന്റെ ഹയറാർക്കിയിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാത്തതാണോ? ഒരു ഡിവൈഎസ്പി ഒരു ഗുണ്ടാ തലവന്റെ വീട്ടിൽ പോയി വിരുന്നുള്ളതാണ്. എപ്പോഴാണ് ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്ന നാട് മുഴുവൻ പോലീസ് ഗുണ്ടകളെ തപ്പി നടക്കുന്ന കാലത്ത് ഇതൊക്കെ നന്നായി അറിയാവുന്ന ഒരുത്തൻ ഒരു ഗുണ്ടാ തലവന്റെ വീട്ടിൽ പോയി സസുഖം വാണരുളാണ്. ആരുടെ പിഴവാണ്? തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പിഴവാണോ? റജി ലൂക്കോസ് സ്റ്റാലിന്റെ പിഴവാണോ? ഹാഷ്മി, പ്രിയപ്പെട്ട ഹാഷ്മി, ഞാൻ അയാളെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ന്യായീകരിച്ചോ? ഇന്നലെ 24 4 മണിക്കെടുത്ത ചർച്ചയിൽ ഞാൻ അയാളെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നു. മറ്റു പല ചാനലുകളും ഞങ്ങൾ ആരും അയാളെ ന്യായീകരിച്ചിട്ടില്ല. അയാളെ ന്യായീകരിക്കേണ്ട ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതീവ നാണക്കേടാണ് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടില്ലേ? ഒരു ചെറിയ പെർസെന്റേജ് ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ലോകവ്യാപകമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള തെറ്റ് ചെയ്യുന്നവരുണ്ട്. ഇല്ലെന്ന് ആരും നിഷേധിക്കുന്നില്ല. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഒരു സർക്കാരിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇന്നലെ 4 മണിക്ക് ഇതേ ചാനലിൽ 24 നടന്നൊരു ചർച്ചയിൽ ആതിരപ്പള്ളിയിലെ റിബിൻ ലാൽ എന്ന് പറയുന്ന യുവ മാധ്യമപ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതിൽ നിശ്ചിതമായിട്ട് വിമർശിച്ചു. അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അയാളുടെ വീടിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തെറ്റാണ്. വനം വകുപ്പ് അത് പുനഃപരിശോധിക്കണം. ഒരു മന്ത്രിയുടെ അന്വേഷണം ഒരു മന്ത്രി പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മന്ത്രി കാണുന്നു, മന്ത്രി അതിൽ പിഴവുണ്ടെന്ന് മന്ത്രിക്ക് മനസ്സിലാകുന്നു, അന്വേഷണത്തിൽ നടപടിക്ക് നിർദ്ദേശിക്കുന്നു. നടപടി എങ്ങോട്ടാണ്? നടപടി എടുത്തുവിടെ മന്ത്രിയുടെ വാക്ക് പറയാം. നടപടി എങ്ങോട്ടാണ്? 36 കിലോമീറ്റർ അകലെയായിരുന്നു വീടിൽ നിന്ന് ഓഫീസെങ്കിൽ 1.5 കിലോമീറ്റർ അകലെയുള്ള ഓഫീസിലേക്ക് സ്ഥലം മാറ്റി കൊടുത്തു. ഈ മന്ത്രിക്ക് ഉദ്യോഗസ്ഥർ പുല്ലിന്റെ വില കൊടുക്കുന്നുണ്ടോ ശ്രീ റജി ലൂക്കോസ്? അല്ല, മന്ത്രിക്ക് പുല്ലിന്റെ വില കൊടുത്താലും ഇല്ലെങ്കിലും മന്ത്രിയൊക്കെ പറയുന്നതിനെ ധിക്കരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ കസേരയിൽ ഇരിക്കുകയാണെന്നുള്ളത് കേരളത്തിലെ ഈ സർക്കാർ 8 വർഷം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കം നമ്മൾ പേരുകൾ നമ്മൾ ഉദാഹരണം പറയാം. പ്രാഥമികമായ പേരിൽ ഒരു മന്ത്രി GRL എന്ന് പറഞ്ഞ ഒരു മന്ത്രി നമുക്കുണ്ട്. അതൊരു ഘടകകക്ഷി മന്ത്രിയാണ്. കുറച്ചു കാലം മാത്രം മുമ്പാണ് ഈ GRLലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നാട്ടിൽ നടന്ന ഒരു മര്യാദയോട് ചോദിച്ചാൽ മന്ത്രി വിളിക്കുകയാണ്. മന്ത്രിയോട് കയർക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മൾ കണ്ടില്ലേ? ഒരു മന്ത്രിയുടെ വാക്കിന് വില കൊടുക്കാത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ കാണുന്നില്ലേ? അപ്പൊ ഘടകകക്ഷി മന്ത്രിമാർക്ക് അത്രയൊക്കെ വില കൊടുത്താൽ മതി എന്ന് ഈ സേനകൾക്ക് ഒരു നിർദ്ദേശം ഉണ്ടോ എന്ന സംശയമുണ്ട് ശ്രീ റജി ലൂക്കോസ്. അത് ആഷ്മിയുടെ സംശയം. ആഷ്മിയുടെ സംശയത്തിന്റെ കാര്യം എന്താണെന്നും എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ അതല്ല നിങ്ങൾ അങ്ങനെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചോളം എല്ലാ മന്ത്രിമാർക്കും 20 മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. മന്ത്രിമാർക്കെല്ലാം ഒരേ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന അവരുടെ വകുപ്പിൽ നിങ്ങൾ തർക്കിക്കേണ്ട. അസൂയമത്തോടെ ആൾക്കാർ ഇനി അടുത്ത പ്രാവശ്യം ഭരണം കിട്ടിയാലെന്നുള്ള പ്രതീക്ഷയുള്ള ചില ആളുകൾ ചില കഥകളൊക്കെ രജിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കണക്കുകൾ തന്നെ ഉപദ്രവിച്ചത്. പ്രേക്ഷകർ കേൾക്കണം. കണക്കുകളോട് ഉദ്ധരിക്കാൻ ഒരു കാരണം ഞാൻ സമയം തരാം. പക്ഷെ എനിക്കൊരു കാര്യം പറയണം. ഈ വനം മന്ത്രി അന്വേഷണം ഉത്തരവിടുന്നു. അന്വേഷണം അവിടെ നിൽക്കെ അതിനെ മറികടന്ന് മന്ത്രിയുടെ മുഖത്തടിച്ച പോലെ ഈ പറഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പോലീസിൽ പോയി കള്ളപ്പരാതി കൊടുക്കുന്നു. ഈ CCF ഇയാൾക്കൊപ്പം നിൽക്കുന്നു. വനം മന്ത്രിക്ക് കീഴാണ് എന്തായാലും CCF എന്നിട്ട് മാരക നടപടി, വീടിനടുത്തേക്കുള്ള ഓഫീസിലേക്ക് ട്രാൻസ്ഫർ. വനം മന്ത്രിയെ കളിയാക്കുകയല്ലേ ശ്രീ റജി ലൂക്കോസ്? വനം മന്ത്രിയെ ഉദ്യോഗസ്ഥർ പല്ലളിച്ച് കാണിക്കുകയല്ലേ? അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട. ഒരു ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുള്ള സർക്കാരെ ഇവിടെ ഭരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഉദാഹരണം പറയാം.
കേരളത്തിൽ ഇതിനു മുമ്പ് എത്രയോ സർക്കാരുകൾ ഭരിച്ചു. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടിട്ടുണ്ടോ? ഷാജി എന്ന് പറയുന്ന ഒരാളെ ഉത്തരിച്ചിവിടെ. അയാളിപ്പോ ജയിലില്ല. അയാള് എന്റെ നാട്ടിൽ ഏറ്റുമാനൂർ എന്നുള്ള ചെറുപ്പക്കാരനെ അയാള് 18 കഷ്ണങ്ങളാക്കി കൊമരകത്തും കായലിലൊക്കെ തള്ളിയത്. അയാളിപ്പോ ജയിലിലാണ്. അയാളെ ഇതുവരെ ശിക്ഷയായിട്ട് പുറത്തു വന്നിട്ടില്ല. അത് കോടതി കൊടുത്ത ശിക്ഷയാ. എന്നാൽ ഈ ഗവൺമെന്റിന് കൊടുത്ത ശിക്ഷ നിങ്ങൾക്കറിയോ? 18 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ 8 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടിട്ടുണ്ടോ? ജോർജ് ജോസഫ് സാർ നിഷേധിക്കട്ടെ. 52 പേരെ പിരിച്ചുവിടാനുള്ള ലിസ്റ്റ് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. ആ ആർജവമുള്ള സർക്കാർ ഇതുവരെ കേരളത്തിൽ വേറെ ഭരിച്ചിട്ടില്ല ഹാഷ്മി. അത് പിണറായി വിജയൻ സർക്കാർ ഇത് ഈ ആഭ്യന്തര വകുപ്പേ ഉള്ളൂ. നിങ്ങൾ വിമർശിക്കില്ല എല്ലാ കാര്യത്തിലും. തെറ്റിയതിലൂടെ ശിക്ഷിക്കും. ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്യാത്ത ഒരു സമൂഹം ഈ ലോകത്തിലൊരു സ്ഥലത്തുമില്ല. കുറ്റം പറയാനും മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ. ഈ ഗവൺമെന്റ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നടപടി സ്വീകരിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 24-ന്റെ ലേഖനം ഉണ്ടായ വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ പ്രതിഷേധിച്ചു. സർക്കാർ നടപടി സ്വീകരിക്കും. നിങ്ങൾ തർക്കിക്കേണ്ട കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് വനംവകുപ്പ് മന്ത്രിയൊക്കെ ധിക്കരിച്ചെന്ന് പറഞ്ഞു ആരാകണ്ട. ആ ഉദ്യോഗസ്ഥർ ആരാണെങ്കിലും നടത്തിയിരിക്കും. ഒരു നടപടി ഉണ്ടാവില്ല. റെജി ലൂക്കോസ്, ഇവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ. കള്ളപ്പരാതിയിൽ പാതിരാത്രി പോയി ഒരു പാവം പിടിച്ചവന്റെ കൊങ്ങാക്കുഴി കുത്തിപ്പിടിച്ച് ഫോൺ എറിഞ്ഞു പൊട്ടിച്ച് മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ ഡിവൈഎസ്പി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഫോൺ എറിഞ്ഞു പൊട്ടിച്ച കാര്യമില്ല, മർദ്ദനത്തിന്റെ കാര്യമില്ല, അടിവസ്ത്രത്തിൽ നിർത്തി എന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്താണ്? അവിടെ CCTV ഉണ്ട്. അത് കാരണം അടിവസ്ത്രത്തിൽ നിർത്തിയെന്ന കാര്യം മാത്രം. മർദ്ദന വിവരവും ഇല്ല, ഫോൺ എറിഞ്ഞു പൊട്ടിച്ച വിവരം ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരല്ലേ? അത് നമുക്ക് കാണാം, നടപടി ഉണ്ടാവുമെന്ന് കാണാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം.